എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഫ്രീ ഫോളിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഫ്രീ ഫോൾ അറിയാലോ, എ മോഷൻ അണ്ടർ ദി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒൺലി ഈസ് കോൾഡ് ഫ്രീ ഫോൾ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒൺലി മീൻസ് you have to neglect even the air resistance. അങ്ങനെ ഫോൾ ചെയ്യുന്ന ബോഡിക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ദാറ്റ് ആക്സലറേഷൻ ഈസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആൻഡ് വി നോ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഇഫ് ടു ഓബ്ജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് മാസസ് ആർ ഫോളിംഗ് അണ്ടർ ഗ്രാവിറ്റി, ഈവൻ ദോ ബോത്ത് ഓഫ് ദം ആർ അട്രാക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് ഫോഴ്സസ് ബൈ എർത്ത്, ബോത്ത് ഓഫ് ദം ആർ ഗെറ്റിംഗ് സെയിം ആക്സലറേഷൻ. ഇതിനോടൊപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ബോഡി ട്രാവൽ ചെയ്യുന്ന പാത്തിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യൂ. A boy is playing with a ball on the terrace of a multi-story building 25 meter high. Calculate the time the ball takes to reach the ground if, first question, he drops the ball. Second question, he throws the ball vertically up with a speed of 20 meter per second. And the third question, he throws the ball vertically down with a speed of 20 meter per second. Okay, question ഒന്നുകൂടെ വായിച്ചു നോക്കൂ. A boy is playing with a ball on the terrace of a multi-story building and he is going to drop the ball down. How much time will it take to reach the ground? ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് കേസ് ദ ബോയ് ഈസ് ഡ്രോപ്പിംഗ് ദ ബോൾ. ഇൻ ദ സെക്കൻഡ് കേസ് ദ ബോയ് ഈസ് ത്രോയിങ് ദ ബോൾ വേർട്ടിക്കലി അപ്പ്. ആ കേസിൽ എന്താ സംഭവിക്കുന്നത്? ബോൾ ആ ടോപ്പിൽ നിന്ന് കുറേ കൂടി മുകളിലേക്ക് പോയതിന് ശേഷം ഇറ്റ് വിൽ കം ഡൗൺ. തേർഡ് കേസിലോ ദ ബോയ് ഈസ് ത്രോയിങ് ദ ബോൾ വേർട്ടിക്കലി ഡൗൺ. ഈ 3 കേസിലും ബോൾ ഗ്രൗണ്ടിലെത്തുന്ന ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ പാർട്ടായി നോക്കാം. ഇൻ ദ ഫസ്റ്റ് കേസ് ദ ബോയ് ഈസ് ഡ്രോപ്പിംഗ് ദ ബോൾ, അല്ലേ? ഈ കാണുന്നതാണ് ആ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് വിചാരിക്കും. ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഗിവൺ 25 മീറ്റർ. ഈ പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നാണ് ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോൾ. When the ball hits the ground, this will be the position of the ball. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ what will be the initial velocity of the ball? Initially the velocity of the ball is 0, അല്ലേ? So we can write v0 equal to 0. പിന്നെ എന്താ സംഭവിക്കുന്നത്? The ball is reaching ground. Just tell me what is the displacement of the ball? Displacement നമുക്കറിയാം. It depends only on the initial and the final position. ഫിഗറിലേക്ക് നോക്കിയിട്ട് പറയൂ, what is the displacement of the ball? Is it 25 meter? അല്ല. When you calculate the displacement, remember displacement is a vector quantity. This object is getting a displacement in the downward direction. ശരിയല്ലേ? So we can write the displacement y equals minus 25 meter. 25 മീറ്റർ എന്ന ഒരു ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ്, ബോളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. വാട്ട് ഇസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോൾ? വി നോ എ ഈക്വൽസ് മൈനസ് ജി. ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദിസ് ആക്സലറേഷൻ ഈസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടി ആൻഡ് യു ഹാവ് ദ ഇക്വേഷൻ y ഈക്വൽസ് v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വാട്ട് ഈസ് v0? 0. സോ ദാറ്റ് ടേം വിൽ വാനിഷ്, അല്ലേ? വാട്ട് ഈസ് ലെഫ്റ്റ്? y equals half a t square. Rearrange this equation for t square. So what you are getting? T square equals 2y divided by a. Or what is t? Square root of 2y by a.
What is y? Minus 25. A is minus g. For convenience, I am taking g as 10 meter per second square. Calculate ചെയ്ത് നോക്കൂ നിങ്ങൾ. ടിയുടെ വാല്യൂ പറയൂ. t equals root 5 second. Root 5 calculate ചെയ്യൂ. And you will get the time as 2.24 second. That means if the boy drops the ball will reach the ground in 2.24 seconds. നമുക്കിനി അടുത്ത കേസിലേക്ക് പോകാം. In the second case, they say the boy is throwing the ball vertically up. So this is the initial position of the ball. From here, the ball is reaching up to the point C. Then from C, the ball will fall to the ground. So നമുക്കിവിടെ ആദ്യം അറിയേണ്ടത് what is the initial velocity of the ball? Is it 0? 0 അല്ല, ഇവിടെ ബോൾ ഡ്രോപ്പ് ചെയ്യല്ല. He is throwing the ball with a speed of 20 meter per second. So V0 equals 20 meter per second. V0 എന്ന വെലോസിറ്റി ഒരു വെക്ടറാണ്. So we have to say its direction also. ആ ഡയറക്ഷൻ അപ്വേർഡ് അല്ലേ? So we can write V0 equals plus 20 meter per second. What is displacement of the ball? നമുക്കറിയാം displacement depends only on the initial position and the final position and it is independent of the path. അപ്പോൾ ഏത് പാത്തിലൂടെയോ ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്തോട്ടെ, ഇനിഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബിയുമാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോൾ ഈസ് y ഈക്വൽസ് മൈനസ് 25 മീറ്റർ. എന്താണ് ആ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഈ കേസിൽ നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യണം. സോ അഗൈൻ വി ക്യാൻ ഗോ ഫോർ ദ ഇക്വേഷൻ y ഈക്വൽസ് v0t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷനിലേക്ക് നമുക്കറിയാവുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. മൈനസ് 25 ഈക്വൽസ് 20t മൈനസ് 1/2 ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ. കിട്ടിയില്ലേ? എല്ലാവർക്കും ആയില്ലേ? നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. യു വിൽ ഗെറ്റ് എ സിമ്പിൾ ഇക്വേഷൻ. വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ? മൈനസ് 5 ഈക്വൽസ് 4t മൈനസ് ടി സ്ക്വയർ. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ടി സ്ക്വയർ മൈനസ് 4t മൈനസ് 5 ഈക്വൽ ടു 0. ദിസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടി അല്ലേ? നമുക്കതിനെ സോൾവ് ചെയ്യാം. ആ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈനസ് 5ൻ്റെ ഫാക്ടേഴ്സ് എടുക്കൂ. ആ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും കൂടി സം മൈനസ് 4 ആയിരിക്കണം. സോ ദ ഫാക്ടേഴ്സ് ആർ 1 and minus 5. So we can write this equation as t plus 1 into t minus 5 equal to 0. If t plus 1 equal to 0, what is t? T equals minus 1 second. അല്ലേ? t equals minus 1. അതൊരു ഫിസിക്കലി മീനിങ് ഫുൾ സൊല്യൂഷൻ അല്ല. ബിക്കോസ് ടൈം ഇസ് നെഗറ്റീവ്, യു നെഗ്ലക്ട് ദാറ്റ്. അടുത്ത സൊല്യൂഷൻ നോക്കൂ. t minus 5 is equal to 0, which implies t equals 5 seconds. So in this case, the body will take 5 seconds to reach the ground. In the third part, the boy is throwing the ball vertically down. From the top of the building A, he is throwing the ball vertically down to the point B. What is initial velocity? ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. V0 equals, yes, minus 20 meter per second because the ball is thrown downwards. Displacement y equals minus 25 meter again, the same value. What is A? Minus g. തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്തതുപോലെ you have to calculate t. What is the equation? Y equals v0t plus half a t square. Substitute ചെയ്യൂ. എന്ത് ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്? minus 25 equals minus 20t minus half into 10 into t square. കഴിഞ്ഞ കേസിൽ നമ്മൾ ചെയ്തതുപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. So you will get minus 5 equals minus 4t minus t square. ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ? t square plus 4t minus 5 equals 0. Okay, now let's solve this equation. Minus 5ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. സം മസ്റ്റ് ബി പ്ലസ് 4. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? minus 1 and 5. So how we can write this? t minus 1 into t plus 5 is equal to 0. If t minus 1 equal to 0, you will get t equal to 1 second. Okay, that is an acceptable solution. അടുത്ത സൊല്യൂഷൻ നോക്കൂ.
t plus 5 is equal to 0. That gives you t equals minus 5 second. ആ സൊല്യൂഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദ ടൈം ഈസ് നെഗറ്റീവ്. സോ ദ ആൻസർ ഈസ് 1 സെക്കൻഡ്. ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനമായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് റിലേറ്റീവ് വെലോസിറ്റി. എന്താണ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്നറിയാൻ നിങ്ങളൊരു മൾട്ടി ലൈൻ ഹൈവേയിലൂടെ ഒരു കാറിൽ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളൊരു തൊട്ടടുത്ത ലൈനിൽ ഒരു കാറുണ്ട്. ആ കാറിൻ്റെ സ്പീഡും നിങ്ങളുടെ കാറിൻ്റെ സ്പീഡും സെയിം തന്നെയാണ് എന്ന് വിചാരിക്കും. ആൻഡ് ബോത്ത് ഓഫ് യു ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാറ് റെസ്റ്റിലാവുന്നത് പോലെ തന്നെയല്ലേ? പക്ഷേ ആക്ച്വലി ആ കാർ റെസ്റ്റിലാണോ? അല്ലല്ലോ. നിങ്ങളൊരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ തൊട്ടടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയാൽ ആ ട്രെയിനകത്തുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. വളരെ സ്ലോ ആയി മാത്രമേ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി ട്രെയിൻ ക്രൂസ് ചെയ്യുമ്പോഴാണെങ്കിലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായി ഒരു ട്രെയിൻ ട്രാവൽ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ട്രെയിനകത്തുള്ള ആളുകളെ വളരെ വ്യക്തമായി കാണാൻ പറ്റില്ല. വളരെ ഫാസ്റ്റായ ട്രെയിൻ പോകുന്നതായി നിങ്ങൾ ഫീൽ ചെയ്യും. ഇനി ഈ ട്രെയിനിൽ നിന്നുകൊണ്ട് നിങ്ങൾ തൊട്ട് താഴെ ആ ഗ്രൗണ്ടിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുന്നതിന് നമുക്കിതിന് ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുകയാണ്. നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബസ് സ്റ്റാൻഡിൽ നിന്നും 10 കിലോമീറ്റർ ദൂരെയാണ് എന്ന് വിചാരിക്കും. And let you are traveling with a speed of 40 km/h. അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ 40 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പൊസിഷൻ 10 കിലോമീറ്റർ പ്ലസ് 40 കിലോമീറ്റർ ഈക്വൽ ടു 50 കിലോമീറ്റർ ഫ്രം ദി ഒറിജിൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കതിനെ ഇക്വേഷൻസിലേക്ക് മാറ്റാം. ഞാൻ പറയുന്നു at t equal to 0 the position is x of 0 and the object is moving with a constant average velocity v. So, in time t, the particle will travel a distance of vt and the new position at the instant of time t is x of t. If so, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് x of t equals x of 0 plus vt. This is the equation for the position of an object. Now, you imagine a situation like this. Here I have two objects, A and another object B. ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് കാറുകളാണ് എയും ബിയും എന്ന് വിചാരിച്ചോളൂ. സി, ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് എ ഈസ് എക്സ് എ ഓഫ് 0 ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ബി ഈസ് എക്സ് ബി ഓഫ് 0. നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് എ ഓഫ് 0യും എക്സ് ബി ഓഫ് 0യും സെയിം അല്ല. എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ദർ ഈസ് സം സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സ്. ദാറ്റ് മീൻസ് there is a separation between these two particles initially. Let the particle A is traveling with a constant average velocity VA. So, after a time t, the position of A will be xa of t. After that time t, the position of B will be xb of t. ഇപ്പോൾ xb of tയും xa of tയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഈ ഡിഫറൻസ് ആദ്യമുണ്ടായിരുന്ന അതേ ഡിഫറൻസ് തന്നെയാണോ എന്നാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി നമുക്കാദ്യം ഈ രണ്ട് പുതിയ പൊസിഷൻസിൻ്റെയും ഇക്വേഷൻസ് എഴുതാം. എഴുതി നോക്കൂ, നിങ്ങളും കൂടി എന്നോടൊപ്പം എഴുതും. എക്സ് എ ഓഫ് ടി ഈക്വൽസ് എക്സ് എ ഓഫ് 0 പ്ലസ് വി എ ടി. സിമിലർലി, വാട്ട് ഈസ് എക്സ് ബി ഓഫ് ടി? എക്സ് ബി ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് 0 പ്ലസ് വി ബി t. So, now let us calculate the displacement from A to B. അതിന് നമുക്ക് xba of t എന്ന് മാർക്ക് ചെയ്യാം. So, xba of t equals xb of t minus xa of t. ഈ രണ്ട് പാർട്ടിക്കിൾസിനും ഇടയിലുള്ള സെപ്പറേഷനാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് t എന്ന ടൈം ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എക്സ് ബി ഓഫ് ടിയുടെയും എക്സ് എ ഓഫ് ടിയുടെയും വാല്യൂസ് അറിയാം.
ഈ രണ്ട് വാല്യൂസും നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സ് ബി എ ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് 0 പ്ലസ് വി ബി ടി മൈനസ് ഓഫ് എക്സ് എ ഓഫ് 0 പ്ലസ് വി എ ഇൻറ്റു ടി. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഞാൻ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്തതെന്ന് നോക്കൂ. എക്സ് ബി എ ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് 0 മൈനസ് എക്സ് എ ഓഫ് 0 പ്ലസ് വി ബി മൈനസ് വി എ ഇൻറ്റു ടി. നോക്കൂ, ഇതൊരു പൊസിഷൻ്റെ ഇക്വേഷനാണ്. ഇതിനെ ഇവിടെ വാട്ട് ഈസ് ദ വെലോസിറ്റി? യു ക്യാൻ സി വെലോസിറ്റി ഈസ് വി ബി മൈനസ് വി എ. This Vb minus Va is called relative velocity of B with respect to A. So we can write it as Vba equals Vb minus Va. Remember, ഇവിടെ Vba എന്നത് velocity of B with respect to A ആണ്. Vb is velocity of B with respect to the ground and Va is velocity of A with respect to ground. And here we assume that ground is at rest. Similarly, you can write velocity of A with respect to B. That will be Vab equals Va minus Vb. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നുകൂടി ഒന്ന് വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് സ്പെഷ്യൽ കേസസ് ഇമാജിൻ ചെയ്യാം. ഫിഗറിൽ നോക്കൂ, നിങ്ങൾക്ക് രണ്ട് പാർട്ടിക്കിൾസ് കാണാം, പാർട്ടിക്കിൾ എ ആൻഡ് പാർട്ടിക്കിൾ ബി. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലെ രണ്ട് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് കാറുകളാണ് ഇത് എന്ന് വിചാരിച്ചോളൂ. ഇനിഷ്യലി നിങ്ങൾക്കിതേ ഫിഗറിൽ കാണാം എക്കും ബിക്കും ഇടയിൽ ഇത്രയും സെപ്പറേഷൻ ഉണ്ട്. നൗ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ബോത്ത് ദ പാർട്ടിക്കിൾസ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് ദ സെയിം സ്പീഡ്. ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദം ആർ ഹാവിംഗ് സെയിം വെലോസിറ്റി. So we can say Va equal to Vb. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തു പറ്റും? ഈ രണ്ട് കാറും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്താൽ ആദ്യത്തെ കാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ കാർ റെസ്റ്റിലാണെന്ന് തോന്നും, അല്ലേ? എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദം വിൽ ബി 0. ഒന്നുകൂടിയുണ്ട്. ഇപ്പോൾ രണ്ട് കാറിനുമിടയിൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ കാണാം. ഈ സെപ്പറേഷൻ എന്ത് പറ്റും? കാർ ട്രാവൽ ചെയ്യുമ്പോൾ റിമെമ്പർ ബോത്ത് ദ കാർസ് ആർ ട്രാവലിംഗ് വിത്ത് ദ സെയിം സ്പീഡ്. ഈ സെപ്പറേഷൻ കൂടുമോ കുറയുമോ ഓർ ഇറ്റ് വിൽ സ്റ്റേ ദ സെയിം? അതെ, ഈ സെപ്പറേഷൻ സെയിം ആയി തന്നെ നിൽക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടേണ്ടത്. ആദ്യം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുക്കാം. റിലേറ്റീവ് വെലോസിറ്റി Vab ഈക്വൽസ് Va മൈനസ് Vb ആൻഡ് യു നോ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. സോ Va മൈനസ് Vb ഈക്വൽസ് 0. സോ ദ റിലേറ്റീവ് വെലോസിറ്റി ഈസ് 0. ഇതേ ഇക്വേഷനിൽ Va മൈനസ് Vb 0 ആകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് എക്സ് ബി എ ഓഫ് ടി ഈക്വൽസ് എക്സ് ബി ഓഫ് 0 മൈനസ് എക്സ് എ ഓഫ് 0. ഈ ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്ക്. ദ റിലേറ്റീവ് പൊസിഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി ഈസ് ഈക്വൽ ടു ദ റിലേറ്റീവ് പൊസിഷൻ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ടി ഈസ് ഈക്വൽ ടു 0. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് റിലേറ്റീവ് പൊസിഷനിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിനുമിടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ദ മോഷൻ. നമുക്കതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. ദ പൊസിഷൻ ടൈം ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് ഗ്രാഫും ഇങ്ങനെ വന്നത് എന്ന് പറയാമോ? ബോത്ത് ഓഫ് ദം ആർ ട്രാവലിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയത്. ആ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് നോക്കൂ, സ്ലോപ്പ് സെയിം ആണ്. എന്താ റീസൺ? ഒറ്റ റീസണേ ഉള്ളൂ, ബോത്ത് ദ പാർട്ടിക്കിൾസ് ആർ ട്രാവലിംഗ് വിത്ത് സെയിം വെലോസിറ്റി. ഇനി ആ എ എന്ന ലൈനിനും ബി എന്ന ലൈനിനും ഇടയിലുള്ള സെപ്പറേഷൻ നോക്കി. ത്രൂ ഔട്ട് ദാറ്റ് സെപ്പറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതിൻ്റെ റീസണും നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടതാണ്. നൗ ലെറ്റ്സ് ഗോ ഫോർ അനദർ സിറ്റുവേഷൻ. Va ഈസ് ഗ്രേറ്റർ ദാൻ Vb. നിങ്ങൾ ഈ കാണുന്ന രണ്ട് പാർട്ടിക്കിൾസിൽ എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിയേക്കാളും കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും എ ബിയെ ഓവർടേക്ക് ചെയ്ത് പോകണ്ടേ? അപ്പോൾ ഇപ്പോൾ ഫിഗറിൽ നോക്കൂ, എക്കും ബിക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. എയുടെ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഈ സെപ്പറേഷൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എയുടെയും ബിയുടെയും പൊസിഷൻ ഒന്നായി മാറും. ആഫ്റ്റർ ദാറ്റ് എ വിൽ ഓവർടേക്ക് ബി ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി വിൽ അഗെയിൻ
increase. നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും കിട്ടുക എന്നുകൂടി നോക്കാം. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ബി എന്ന ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. നമുക്കറിയാം എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിയേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എയുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ബി എന്ന ലൈനിൻ്റെ സ്ലോപ്പിനേക്കാളും കൂടുതലായിരിക്കും. സോ ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി ഓബ്ജക്റ്റ് എ. ഈ രണ്ട് ലൈനിനും ഇടയിലുള്ള സെപ്പറേഷൻ നോക്കൂ. ആദ്യം ഒരു ലാർജ് സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് ഒരു പോയിന്റിൽ ആ സെപ്പറേഷൻ 0 ആയി മാറുന്നു. ആ പോയിന്റിലാണ് എ എന്ന ഓബ്ജക്റ്റ് ബിയെ ഓവർടേക്ക് ചെയ്യുന്നത്. ഓവർടേക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, എക്കും ബിക്കും ഇടയിലുള്ള സെപ്പറേഷൻ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകാം. ലെറ്റ്സ് അസ്യൂം വി എ ആൻഡ് വി ബി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫിഗറിൽ നോക്കൂ, എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. വി ഹാവ് ദി ഇക്വേഷൻ വി എ ബി ഈക്വൽസ് വി എ മൈനസ് വി ബി. എന്തുകൊണ്ടാണ് മൈനസ് വി ബി വന്നത്? ബിക്കോസ് ദാറ്റ് വി ബി ഈസ് ഓപ്പോസിറ്റ് ടു വി എ. സോ വി എ ബി ഈക്വൽസ് വി എ പ്ലസ് വി ബി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേറ്റീവ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഈ കേസിൽ നമുക്ക് രണ്ട് ഓബ്ജക്റ്റിനും ഇടയിലുള്ള റിലേറ്റീവ് പൊസിഷനെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കാം. ആദ്യം എക്കും ബിക്കും ഇടയിൽ ഒരു ലാർജ് റിലേറ്റീവ് പൊസിഷൻ ഉണ്ടാവും. ഗ്രാജുവലി ദാറ്റ് പൊസിഷൻ വിൽ ഡിക്രീസ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എ ആൻഡ് ബി വിൽ മീറ്റ്. അവിടെ പൊസിഷൻ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. പിന്നെയും എക്കും ബിക്കും ഇടയിലുള്ള പൊസിഷൻ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് എ എന്ന ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻഷിപ്പാണ്. നമുക്കറിയാം ബി എന്ന ഓബ്ജക്റ്റ് എക്ക് ഓപ്പോസിറ്റ് ആയാണ് മൂവ് ചെയ്യുന്നത്. സോ അതിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻഷിപ്പ് ഗ്രാഫിൽ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലി നോക്കൂ, എക്കും ബിക്കും ഇടയിൽ നിങ്ങൾക്ക് ഒരു ലാർജ് സെപ്പറേഷൻ കാണാൻ പറ്റും. ഗ്രാജുവലി ദാറ്റ് സെപ്പറേഷൻ ഡിക്രീസസ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം സേ ടി the particles meet. After that you see what happens? The relative position between them continuously increases. ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ. 2 parallel rail tracks run north south. Train A moves north with a speed of 54 km per hour and train B moves south with a speed of 90 km per hour. What is the first question? A, velocity of B with respect to A. Next question, B, velocity of ground with respect to B. The third question, C, velocity of a monkey running on the roof of the train A against its motion with a velocity 18 km per hour with respect to the train A as observed by a man standing on the ground. നോക്കൂ, അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് there are 2 parallel tracks and these tracks are in the north south direction. ഞാൻ ഈ ഫിഗറിൽ ആ രണ്ട് ട്രാക്സും കാണിച്ചിട്ടുണ്ട്. ലെറ്റ്സ് അസ്യൂം ദ ഡയറക്ഷൻ ടുവേഴ്സ് നോർത്ത് ഈസ് പോസിറ്റീവ് ആൻഡ് ദ ഡയറക്ഷൻ ടുവേഴ്സ് സൗത്ത് ഈസ് നെഗറ്റീവ്. സോ ദ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ എ ഈസ് 54 km per hour and velocity of the train B is -90 km per hour. എന്തുകൊണ്ടാണ് -90 വന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഡയറക്ഷൻ ടുവേഴ്സ് സൗത്ത് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. See, what is the first question? Velocity of B with respect to A. That means we have to calculate VBA and we know VBA equals VB minus VA. Substitute you, value substitute you. That is -90 minus 54. What is that? Minus 144 km per hour. ഈ നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താ?
the relative velocity is towards south. The velocity of the train B with respect to A is 144 km per hour towards south. നോക്കൂ, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ ഇത് ഒബ്സർവ് ചെയ്താൽ അയാൾ പറയും ബി എന്ന് പറയുന്ന ട്രെയിനിൻ്റെ സ്പീഡ് 90 km/h ആണ് എന്ന്. പക്ഷേ അതേ ട്രെയിനിൻ്റെ സ്പീഡ് എ എന്ന ട്രെയിനിലിരുന്ന് ഒബ്സർവ് ചെയ്യുന്ന ആൾ പറയുന്ന വാല്യൂ ആണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് 144 km/h. നേരത്തെ നമ്മൾ കണ്ടതാണിത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി? പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് 0 ആണ്. With respect to a person in the train B, what is the velocity of ground? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എഴുതാം VGB means velocity of ground with respect to B equals VG minus VB. That is 0 minus 90. That is equal to 90 km/h. സി, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേഴ്സ് നോർത്ത്. ബി എന്ന ട്രെയിൻ സൗത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ആ സൗത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന ബി എന്ന ട്രെയിനകത്തിരിക്കുന്ന ആൾ പറയുന്നത് ദ ഗ്രൗണ്ട് ഈസ് ട്രാവലിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h ടുവേഴ്സ് നോർത്ത് എന്നാണ്. ലാസ്റ്റ് പാർട്ട് കൂടി നോക്കാം. A monkey is running on the top of the train A with a speed of 18 km/h with respect to the train A. നോക്കൂ, ഇവിടെ ഞാൻ എ എന്ന ട്രെയിനിൻ്റെ വെലോസിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ എ വി എ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ഈക്വൽ ടു 54 km/h. ആൻഡ് സി, എ monkey is running opposite to the direction of motion of A. And its speed is given as 18 km/h. This is the velocity of the monkey with respect to A. So we can write Vma equals minus 18 km/h. എന്തുകൊണ്ടാണ് ഞാൻ ഈ മൈനസ് സൈൻ കൊടുത്തത്? That monkey is running towards south. This is relative velocity of the monkey with respect to A. That we can write as Vm minus Va equals minus 18. എന്താ ഈ Vm? That is the velocity of the monkey with respect to ground. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So Vm equals minus 18 plus Va. Va is plus 54. So velocity of the monkey with respect to the ground is minus 18 plus 54 equals 36 km/h. പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയത്? പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം മങ്കി നോർത്തിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, മങ്കി നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ? ആ മങ്കി എ എന്ന് പറയുന്ന ട്രെയിനിൻ്റെ മുകളിലാണ്. ദ ട്രെയിൻ എ ഈസ് മൂവിങ് ടുവേഴ്സ് നോർത്ത്. സോ ദ മങ്കി ഓൾസോ ഈസ് മൂവിങ് ടുവേഴ്സ് നോർത്ത്. പക്ഷേ ആ മങ്കിയുടെ സ്പീഡ്, ബട്ട് ആസ് ഫാർ ആസ് ദ പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് ഈസ് കൺസേൺ, ദ മങ്കി ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് ഓൺലി 36 km/h. 54 km/h എന്ന സ്പീഡില്ല. ഇങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ തേർഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ വീണ്ടും ഉപയോഗിക്കും. വളരെ ബേസിക് ആയ ഒരു ചാപ്റ്ററാണിത്. ഈ ചാപ്റ്റർ വളരെ നന്നായി പഠിക്കുക. ഇതിൻ്റെ എക്സ്റ്റൻഷനായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.